ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ലൊരു മീൻ കറി ഉണ്ടാക്കാം. ഇത് തമിഴ്നാട് വിഭവമാണ്, മീൻ കുളമ്പ്. അപ്പോൾ ഇത് ചോറ്, ചപ്പാത്തി, പിന്നെ അപ്പം, ബ്രെഡ് എല്ലാത്തിൻ്റെ ഒപ്പം നല്ല രുചിയുള്ള ഒരു മീൻ കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കുരുമുളക് ഞാൻ 2.5 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളകും പച്ചമുളകുമാണ് ഇതിൻ്റെ എരിവ്. അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാൻ 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് നന്നായി ചൂടാക്കി എടുക്കുക. ഇതിൻ്റെ ഫ്ലേവർ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ചൂടാക്കി എടുക്കുക. അതിൽ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് കോരി മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ 1 ടീസ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. അതൊന്ന് വറുത്ത് കോരി മാറ്റി വയ്ക്കുക. പിന്നെ നമ്മൾ മല്ലി 2 ടേബിൾ സ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ശരിക്കും വറുത്ത് ജീരകത്തിൻ്റെ ഒപ്പം ചേർത്ത് വയ്ക്കുക. അപ്പോൾ ജീരകവും മല്ലിയും കൂടിയിട്ടാണ് പൊടിച്ചെടുക്കേണ്ടത്. കുരുമുളക് നമുക്ക് വേറെ മസാലയുടെ ഒപ്പം അരയ്ക്കാനുള്ളതാണ്. അത് നമ്മളൊന്ന് ചൂടാക്കി എടുത്തേ ഉള്ളൂ. ഇനി നമുക്ക് 10-12 ചുവന്നുള്ളിയും അത്ര തന്നെ വെളുത്തുള്ളിയും 2 ഇഞ്ച് നീളത്തിലുള്ള കഷ്ണം ഇഞ്ചിയും കുറച്ച് കാന്താരി മുളകും പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി എടുത്തിട്ടുള്ള കുരുമുളകും കൂടിയിട്ട് അരച്ച് വെക്കണം. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ കറി വയ്ക്കുന്നത്, മീൻ ചട്ടിയാണെങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരം പാനോ എന്തായാലും അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അവർ എള്ളെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. എള്ളെണ്ണയുടെ ഫ്ലേവർ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് നമുക്ക് ഒരു സവോളയും കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് അത് നന്നായിട്ട് വാടി വരുമ്പോൾ നമ്മൾ അരച്ച മസാല ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് 2 തക്കാളി അരച്ചത് വേണമെങ്കിൽ നമുക്ക് ബ്ലാൻഡ് ചെയ്തിട്ടും അരച്ച് ചേർക്കാം കേട്ടോ. അത് എങ്ങനെയായാലും കുഴപ്പമില്ല. ഇനി അതെല്ലാം നമ്മളൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. എല്ലാത്തിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റണം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ആ പുളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കുഞ്ഞ് നെല്ലിക്കയുടെ വലിപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. കാരണം എൻ്റെ പുളി ഭയങ്കര പുളി രസമാണ്. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളുടെ പുളി നോക്കിയിട്ട് ചേർക്കുക. അപ്പോൾ കുഞ്ഞ് നെല്ലിക്കയുടെ പാകം മതിയെങ്കിൽ അത്. പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. അപ്പോൾ പുളിയിൽ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ഉപ്പേ ചേർത്തിട്ടുള്ളൂ. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് അതും നന്നായി മിക്സ് ചെയ്ത് തിളച്ച് വരുമ്പോൾ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ 1.25 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് വേണമെങ്കിൽ നമുക്കിങ്ങനെ ചാറ് പോലെയുള്ള കറിയാക്കാം, അല്ലെങ്കിൽ വറ്റി കുഴഞ്ഞ പാകത്തിലാക്കാം. ശരിക്കും കുഴഞ്ഞ പാകത്തിലുള്ളതാണ് ഇത് ടേസ്റ്റ് കൂടുതൽ. പക്ഷെ ചിലർക്ക് കുറച്ച് ചാറായിട്ടാണ് ഇഷ്ടമുണ്ടാവുക. അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിളച്ച് ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിന് ഇന്ന മീനൊന്നുമില്ല, എന്ത് മീനിൽ വേണമെങ്കിലും ചെയ്യാം. ചാളയോ അയിലയോ കണമ്പോ, അപ്പോൾ ഞാൻ കണമ്പാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ നെയ്മീനോ ചൂരയോ എന്ത് മീനിൽ വേണമെങ്കിലും ചെയ്യാം. പിന്നെ നമ്മൾ ജീരകവും മല്ലിയും കൂടി പൊടിച്ച് വെച്ചതിൽ നിന്നും ഒരു 1.5 ടീസ്പൂൺ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ ഫ്ലേവറിനനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ചേർക്കേണ്ടത്. നമ്മൾ പൊടിച്ചത് മുഴുവൻ അപ്പാടെ ചേർക്കണമെന്നില്ല. നമുക്ക് നോക്കിയിട്ട് മല്ലിയുടെ ഫ്ലേവറൊന്നും മുന്നിൽ നിൽക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ പാകത്തിന് വറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും 1 ടീസ്പൂൺ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തു. ഒരു കുറച്ച് കറിവേപ്പിലയും ലേശം പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ എള്ളെണ്ണയിൽ ഉണ്ടാക്കുന്നവർ അവസാനത്തെ പച്ച വെളിച്ചെണ്ണ ചേർക്കണ്ട കേട്ടോ. അത് എണ്ണയുടെ ഫ്ലേവറിൽ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. നല്ല സൂപ്പർ കറിയാണ്. നല്ല എരിവുണ്ട്. അങ്ങനെ പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും ഒക്കെ നല്ല എരിവും മല്ലിയുടെയും ജീരകത്തിൻ്റെയും എല്ലാം ഫ്ലേവർ കൂടിയിട്ട് നമ്മുടെ മീൻകറിയുടെ സങ്കല്പമേ അല്ല ഈ കറി. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി ഇഷ്ടമായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.